അപ്പൊ നമ്മൾ ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരമായി. നേരത്തെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചാണ്. നേരത്തെ ഇറങ്ങൽ നടന്നില്ല. സമയം ലേറ്റ് ആയി. എത്ര മണിയായപ്പോ 11 മണിയായി ഇപ്പൊ സമയം. നമ്മള് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. അപ്പൊ നമ്മള് തായിഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളുടെ പോവാനായിട്ട് ഉദ്ദേശിക്കുന്ന അബഹയ്ക്കാണ്. തായിഫ് ചെന്നൊന്ന് കറങ്ങിയിട്ട് നമ്മൾ അബഹയ്ക്ക് പോണെന്ന് വിചാരിക്കുന്നു. സ്ഥിരം പാർക്കിലൊക്കെ ഒന്ന് പോയി ഹന്ന പുതിയ ഗെയിമൊക്കെ മേടിച്ചത് ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എന്താ ഹന്ന എടുത്തങ്ങനെ ഊണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഹിമ ഊണ് കളിക്കാം. ഹിമയും പഠിച്ചു. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കം വരാണ്ടുള്ള പരിപാടിയാ. കല്ലല്ലാതോ മിഠായി. പക്ഷെ ഇതിനകത്ത് ഒരു മിഠായിട്ടാണ് നല്ല ടേസ്റ്റാണ്. അങ്ങനെ മഞ്ഞ് ഫോഗ് കണ്ടു തുടങ്ങി. കാണാൻ പറ്റുന്ന വീടുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മള് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ആകെ വിഷമായിരുന്നു. കാര്യം പറഞ്ഞാ ചൂടായിരുന്നു. പക്ഷെ ഇപ്പം നന്നായിട്ട് തായിഫിലേക്ക് മുകളിലേക്ക് കയറുന്നവരും ഫോഗ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചില്ലൊക്കെ തൊടുമ്പോ നന്നായിട്ട് തണുത്തു തുടങ്ങി. ഐസായി പോവും. പിന്നെ ക്ലാസ്സിൽ കുറെ പിള്ളേരുണ്ട്. ഹിമ താഴ്ത്തുന്നൊക്കെ മഞ്ഞ. പക്ഷെ ഇപ്പൊ ഇല്ല അല്ലെ, ഇപ്പൊ കുറഞ്ഞു. നല്ല ചുരത്തിൽ വന്നപ്പോഴാണ്. അങ്ങനെ നമ്മൾ പാതിരാത്രി നിലവിളിക്കാറായപ്പോൾ തായിഫ് എത്തിയിരിക്കുന്നു. നല്ല കോടമഞ്ഞുണ്ട്. നല്ല മഞ്ഞാണ് കാണാനായിട്ട്. തണുക്കടും. സോക്സ് ഒക്കെ ഇട്ടു റെഡിയായി. ഇവർക്കൊക്കെ നല്ല തൊലിക്കെട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഹിമയ്ക്ക് ഉറക്കം വരുവാന്ന് പറഞ്ഞ് ഹിമ കടന്നു. എൻ്റെ ഉറക്കം വന്നപ്പോൾ എല്ലാ ഉറക്കവും കളയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇറങ്ങിയേക്ക് വേണ്ട കൊച്ചിൻ്റെ. അപ്പം നമ്മൾ ഫുഡ് വാങ്ങി. ഇത് നമ്മൾ തായിഫിൽ കുറച്ച് നേരം നമ്മൾ സ്ഥിരം പോണ പാർക്കിലൊക്കെ പോയിരുന്ന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചേച്ച് നമ്മൾ അബഹയ്ക്ക് പോവാന്ന് വിചാരിക്കണം. വെളുക്കുമ്പോൾ അബഹ എത്താൻ പാകത്തിന് പോവാന്ന് വിചാരിക്കുവാണ് നമ്മള്. അപ്പം നമ്മള് പറ്റുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് പോകുന്നിടത്തോളം ദൂരം പോയിട്ട് ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി അങ്ങ് പോവാന്നാണ് വിചാരിക്കുന്നത്. ഉറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽദോ എഴുന്നേറ്റിരിക്കുമ്പോൾ ഞങ്ങൾ എഴുന്നിരിക്കുമ്പോൾ എൽദോ ഉറങ്ങും. അങ്ങനെ പോവാന്ന് വിചാരിക്കണം. അപ്പൊ നമ്മള് നല്ല അത്യാവശ്യം മുകളിലോട്ട് എത്തുമ്പോൾ അത്യാവശ്യം കോടയുണ്ട്. അതിങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ കോട കുറയും. നല്ല ക്ലൈമറ്റ്. ഇപ്പൊ തായിഫിൽ വരാൻ പറ്റിയ ക്ലൈമറ്റാണ്. ഞങ്ങൾ തായിഫ് എത്തി. ഫുഡൊക്കെ കഴിച്ചു. നമ്മളപ്പോ ഇവിടുന്ന് അങ്ങനെ അബഹയ്ക്ക് പോയി. ഇവിടെ പിള്ളേരൊക്കെ സെറ്റായി. ഒന്ന് കാണിച്ച് ഏളായിട്ട് വന്നിട്ട് ഹന്നമ്മ മുകളില് ഹിമയ്ക്ക് ഇവിടെ താഴെ നമ്മൾ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു.
ഹിമയുടെ നല്ല സൂപ്പർ ബെഡ് അവിടെ ഹിമ കിടക്കാൻ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞി പാവേനെയൊക്കെ വെച്ചാ ഹിമയുടെ പാവയ്ക്ക് കിടക്കാൻ സ്ഥലമൊക്കെ വെച്ചല്ലോ. എന്റെ സ്ഥലം കളഞ്ഞു. ഹിമ എന്നെ അവിടെ കിടക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇനി പോവാണ്. നേരം വെളുക്കാറായി. അപ്പൊ നമ്മൾ വെളുക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങോട്ടൊക്കെ ശരിക്കും പോണേ? ബാഹയ്ക്കാണ് പോണത്. അത് കഴിഞ്ഞിട്ട് അൽബാഹയ്ക്ക്. എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി പോവാണ്, ഞങ്ങളുടെ നെയ്ബറിന്റെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് അറിയില്ല കേട്ടോ, സസ്പെൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അൽബാഹയ്ക്ക് വേണ്ടി പോകും. വണ്ടി കുറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഒരു പാർക്കിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ക്ലാസിക് സോങ്സ് ഒക്കെ എവിടെ നിന്നെങ്ങാണ്ട് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനത്തെ പാട്ടൊക്കെ അല്ലെങ്കിൽ ഇച്ചിരി അടിച്ചുപൊളി പാട്ടൊക്കെ ആയിട്ട് വന്നു. നമ്മളെ മൊത്തം ഇങ്ങനെ പിന്നെ ഉറക്കം ഉണ്ടാവില്ല. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ആൾക്കാരെല്ലാം പുറത്താണ്. എല്ലാവരും ഇവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് കിടന്നു തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ചുടുന്നു, ചോളം ചുടുന്നു, കിടന്നുറങ്ങുന്നു. നമുക്ക് പിന്നെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ പോകുന്നു. പാർക്ക് എല്ലാം പാർക്ക് ഫുള്ളാണ്. അതിനിടയ്ക്ക് പോലീസുകാർ നോക്കി കിടക്കുന്നു. കോറസ് പാടല്ലേടി എന്റെ കൊച്ചു ചാടി എഴുന്നേറ്റു. എന്റെ മകനിക്കണ അതില് പാടല്ലേ ഹിമ, അവള് നിർത്തി പാട്ട. നമ്മൾ തായ്ഫിലെ പാർക്കിൽ നിന്ന് നമ്മൾ ഇരിക്കാറുള്ള പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി. വെരി ഗുഡ് മോർണിംഗ്. നമ്മള് രാവിലെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് മോർണിംഗ് ലാറ്റെ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിന്ന് ഒരു ലാറ്റയൊക്കെ മേടിച്ച് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. നല്ല വെയില് മുഖത്തോട്ടടിക്കുന്നുണ്ട്. എന്താ നല്ല വെയിലടിക്കുന്നുണ്ട് മുഖത്തേക്ക്. കണ്ടോ കണ്ണാടിയിലേക്കാണ് നല്ല തിളക്കം. നല്ല നമ്മള് ഇറങ്ങിയ സമയത്ത് താമസിച്ചു പോയി. ഓ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. വിളിച്ചുപിടിക്കും വിളിച്ചു ഒരു മിനിറ്റ്. ഇന്ന് രണ്ടുപേരോട് കൂടി കോഫിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയപ്പോൾ നമ്മൾ ഡിസംബറിലായിരുന്നു പോയില്ല. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അതുപോലെ നിറച്ച് കുരങ്ങന്മാരും ഇതൊക്കെ ഉണ്ട്. അതിപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും നല്ല ചൂട്, അത്യാവശ്യം ചൂടുണ്ട്, തണുപ്പില്ല. നല്ല പോണ വഴിക്ക് നന്നായിട്ട് കുരങ്ങന്മാരും ഒട്ടകവും ഒക്കെയുള്ള വഴിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഒട്ടകമൊക്കെ അല്ല സോറി കുരങ്ങന്മാരൊക്കെ വന്നിരുന്ന് നമുക്ക് ടാറ്റയൊക്കെ തന്നാണ് വിട്ടത്. നമ്മൾ ഓടിച്ചു വിടാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ കാക്കകളെ കണ്ടെത്തിയിരിക്കുന്നു ഫ്രണ്ട്സ്. ഇതിനെയാണ് ഉന്മൂലനം ചെയ്യുന്നത് സൗദിയില്. ഇവിടുത്തെ എല്ലാ കൃഷിയും കീടാണുക്കളെയും അസുഖങ്ങളൊക്കെ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കാക്കകൾ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സാധാരണ കാക്കകൾ ഭയങ്കര കുറവാണ് സൗദി അറേബ്യയിൽ. പക്ഷെ ഈ ഭാഗത്ത് അബഹ, ഫുർസാൻ ഐലൻഡിലൊക്കെ കാക്കകൾ ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ട് അവര് ഈ കൃഷിനാശം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ കാക്കകൾ ഇവിടുന്ന് തിരിച്ചു പോണില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പുഴുക്കളെയൊക്കെ തിന്നിട്ട് അവർക്ക് മീൻസ് യൂസ്ഫുൾ ആയിട്ടുള്ളതിനെല്ലാം ഇത് കാക്കകൾ തിന്നിട്ട് ഇവരുടെ കൃഷിക്ക് പ്രശ്നങ്ങൾ വരുവാന്നും പറഞ്ഞു. പക്ഷെ നമ്മൾ ഇവിടെ സാധാരണ കാക്കേനെ കാണാറില്ലാത്തതാണ്. പക്ഷെ ആദ്യമായിട്ട് ഇന്ന് 4-5 കണ്ടു. ഇപ്പൊ ഇവിടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇട്ടായിരുന്നു ഒരുപാട്. ഇപ്പൊ ഇവിടെ ഇല്ല കേട്ടോ, 4-5 ഉണ്ടായിരുന്നത് നിങ്ങൾ പറഞ്ഞു പോയി ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ. ഒന്ന് വായിച്ച്
ബക്രോഷ് ബെൻ അലാസ് ഹെറിറ്റേജ് കാസിലാണ് ഈ മോളിൽ കാണുന്നത്. നമ്മള് പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, എന്നാലും നമ്മളത് കേറാന്ന് വിചാരിക്കണം. വണ്ടി കയറുമോ? ചെറിയ വഴിയാണ്, നമുക്ക് വണ്ടി കയറ്റി നോക്കാം. ഒന്ന് ഇറങ്ങി നടന്നേച്ചു വരാം. അപ്പൊ നമ്മള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കാണാൻ നല്ല രസമാണ്. ഇതിനകത്തൊക്കെ പണ്ട് താമസിച്ചവരെ സമ്മതിക്കണം. ആ കയറി നോക്കാം. വീടൊക്കെ പൂട്ടിയിട്ടൊക്കെ ഉണ്ടോ ഇഞ്ഞേ? നമുക്കത് കല്ലല്ലേ, കല്ലൊക്കെ ഉണ്ട്. നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളില് മൊത്തം ഇടിഞ്ഞൊക്കെ ചാടി കിടക്കുവാണ്. നോക്കാം എവിടെയൊക്കെ പൂട്ടിയൊക്കെ കിടക്കാണ്. പൂട്ടിയൊക്കെ ഇട്ടേക്ക് നമുക്ക് അകത്തേക്ക് കടക്കാൻ യാതൊരുവിധ മാർഗവും. ഇത് വേറെയാ. നമുക്ക് എവിടെ ഒരെണ്ണം തുറന്ന് നടക്കണ്ട, അതിനകത്ത് കയറാം. ഇല്ലെന്നേ, നമ്മൾ അവിടെയൊക്കെ പോയി, പക്ഷെ അവിടെ ഒന്നും തുറന്നിട്ടില്ല. എല്ലാം ക്ലോസ് ചെയ്ത് നൂൽക്കമ്പിയൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഇതിനകത്ത് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ കയറി വെക്കാൻ വേണ്ടി ഇവർക്കൊക്കെ പേടിയാ, പ്രേതം ഉണ്ടത്. നമുക്കത് കയറി വെക്കി വെച്ചാൽ ഞാൻ നൈസായിട്ട് ബാക്കിൽ തള്ളാം, നിങ്ങളെല്ലാം പിടിക്കുള്ളൂ. മുകളിലേക്ക് വന്നോ, മുകളിലുണ്ട്. 2ാം നില പോ, അപ്പോഴേ എൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. ഇത് മുകളില് കല്ല് പോലെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ താഴത്തോട്ട് പോയാ അവിടെ ചോട്ടിരുന്നിട്ടോ അവിടെ എനിക്ക് ഒരു സമ്മതിക്കണം. ഇരിഞ്ഞാടില്ലാത്ത അവിടെ തടി വെച്ചേക്കണ എടുത്ത് ചവിട്ടരുത് കിട്ടോ. ജനലുണ്ട് അമ്മ അവിടെ ചവിട്ടരുത് കേട്ടോ, കുഴപ്പമില്ല. എവിടെ ഒരു വാതില്, എവിടെ ഒരു ഹോളോ, അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ, അങ്ങോട്ട് പോരുത്. ഇതാണ് അകത്ത്. പക്ഷെ ഇവര് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. തെളിയോന്നോ അറിയാം, തെളിച്ച് നോക്കണം. വേണ്ട, മാസ്ക് എടുക്കണ്ട. എവിടെ ഉണ്ടോ കുഴിയ? പേടിക്കാനൊന്നുമില്ല. അതിനകത്ത് ഒരു വലിയ ഹോളുണ്ട്, ഒരു ചെറിയ 2 മുറികളുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ജനലുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഇതിന്റെ താഴെയുള്ള ഇതിനകത്തേക്കുള്ളത് കാണാൻ പറ്റും. 2ാമത്തെ നിലയില് നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിന്റെ താഴെ തടിയൊക്കെ വെച്ച് അവിടെ കിട്ടും. അടിപൊളി. അപ്പൊ നമ്മള് കാസിലൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ അടുത്തത് തിരിച്ചു പോവാണ്, ഇതിനകത്ത് ഇറങ്ങി പോവാണ്. നമ്മളിത് ജിദ്ദേന്ന് കൊണ്ടുവന്ന സാധനം കേട്ടോ. ജിദ്ദേന്ന് മല കയറി കഴിഞ്ഞപ്പോ കണ്ടോ ഈ സാധനം വീർത്ത് കുത്തി. ഹയർ ആൾട്ടിറ്റ്യൂഡിൽ വന്നപ്പോഴത്തേക്ക് ഇതിന്റെ പ്രഷർ കൊണ്ട് ഇത് വീർത്ത് നാശം. ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബോംബ് പൊട്ടും. അപ്പൊ നമ്മളിത് ഇങ്ങനെ കേറി 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 ഇവിടെ ഭയങ്കര മിറ്റൊക്കെ സെറ്റപ്പ് ആയിട്ട് ഇത് ഹെറിറ്റേജ് കാസിലിന്റെ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ മുകളിലൊക്കെ ഇത് അടിയിൽ ഇത് റിസ്ക് ആണോ തിരിക്കണേ? നമ്മുടെ നാട്ടിലത്തെ വിളക്കൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. കാരണം എന്തെങ്കിലും ലൈറ്റൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്താണേലും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ എല്ലാം മൂടിയിട്ടേക്കുക. എനിക്ക് തോന്നുന്നു പ്രായമുള്ളവരൊക്കെ വന്ന് ഹുക്ക വലിച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം വാഷ് ബേസിനുണ്ട്, മുകളിലേക്ക് കയറുന്നുണ്ട്.
പിന്നെ ലൈറ്റ്സ്, അടിപൊളി അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലമാണ് കണ്ടിട്ട്. ഇവിടെ ഹെറിറ്റേജ് കമ്മീഷൻ്റെ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ ബാർകോഡൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറാം. അടിപൊളി സ്ഥലം, നല്ല കാലാവസ്ഥയാണ്. ഇവിടെ ആൾക്കാർ വാട്ടർ ടാങ്കും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഓടിക്കുമെന്നൊന്നും അറിയത്തില്ല. ഇതിന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ആൾക്കാരൊന്നുമില്ല. ഇതിനകത്തേക്കൊക്കെ നമുക്ക് കയറാം. നമ്മുടെ പണ്ടത്തെ ലൈറ്റ് നാട്ടിലത്തേക്കെല്ലാം ഉണ്ട്. അതിക്കടയും കയറാം. ഫേസ് പോലെ ഉണ്ട്. ഇവിടെയൊക്കെ പൂട്ടിട്ടേക്കുവാണ്. ഇവിടെയൊക്കെ താഴെയൊക്കെ വെച്ച് പൂട്ടിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് പോകാൻ പറ്റും. ഫേസ് പോലെ ഉണ്ടല്ലേ, 2 കണ്ണും ഒരു വായി. അങ്ങോട്ടേ കയറാം. ഇതിനകത്തൊക്കെ ഇതുണ്ട്. നമ്മളൊന്നും കയറുന്നില്ല. കറണ്ടൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കല്ലൊക്കെ വെച്ച് എത്ര അടക്കി നമ്മുടെ നാട്ടിൽ കരിങ്കല്ലും കണ്ട് മതിലൊക്കെ കെട്ടും പോലെ നല്ല സ്ട്രോങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതന്നെ ഇവിടെയൊക്കെ ഇവർ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. എനിക്കവിടെ മുകളിലേക്കൊക്കെ കയറാൻ സ്ഥലമൊക്കെ ഉണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കൊന്ന് കയറി വെക്കാം. അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നതാണ്. ഇവിടെ സോളാർ ലൈറ്റൊക്കെ ഉണ്ട്. വടീൻ്റെ മുകളിൽ കയറാം. ഇതിൻ്റെ അകത്തേക്കൊക്കെ ഉണ്ട്, വഴിയുണ്ട്. പക്ഷെ ഭയങ്കര ഇരുട്ടാണ്. കയറി കഴിഞ്ഞാൽ പേടിയായതുകൊണ്ട് പിരമിഡ്സിൻ്റെ ഒക്കെ താഴത്ത് കയറും പോലെ ആയിപ്പോയാൽ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കയറുന്നില്ല. കയറാം. ഓപ്പൺ ആണെങ്കിൽ കയറാം. ഓപ്പൺ ആണോ? ഓപ്പൺ ആണെങ്കിൽ കയറാം. പേടിത്തൊണ്ടി ഹന്ന. എൻ്റെ കറേജ് ഉള്ള ഹിമയും പേടിത്തൊണ്ടി ഹന്നി. ഇതിനകത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊരു റൂമുണ്ട്. ലൈറ്റൊക്കെ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് സംഭവങ്ങൾ സെറ്റപ്പ്. ഒരു ചെറിയ ഓട്ടയുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ചെറിയ ഇടതാഴി. എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്ക് കാണാൻ പാകത്തത്, അല്ലെങ്കിൽ സാധനങ്ങൾ കയറ്റി വയ്ക്കാതായിരിക്കും. ചെറിയ ഓട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ മെയിൻ ഓഫാന്ന് തോന്നണം. പുതിയ സ്വിച്ചൊക്കെ വെച്ചേക്കണം. നല്ല പുതിയ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ മാർബിളിൻ്റെ ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എടി കുഞ്ഞിൻ്റെ കൈ പിടിച്ചിറക്കിയടി എന്നെ സൂക്ഷിച്ച്. ഹിമയ്ക്ക് വിശന്ന് തുടങ്ങി. അതുകൊണ്ട് ഹിമ സാൻഡ്വിച്ചൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. കണ്ടോ? എടി കൈ പിടിക്കടി. ഇതിനകത്ത് ശരിക്കും ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഒരു പൈക്ക് നടന്നു ഞാനൊന്ന് കയറാം. ഇവിടെയൊക്കെ നല്ല വെട്ടമുണ്ട്. എൻ്റെ മുകളിലൊക്കെ പൊളിഞ്ഞിരിക്കണോണ്ടായിരിക്കും. കണ്ടോ, ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം നല്ല പഴയ തടി കഷ്ണങ്ങളൊക്കെ അടക്കി വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കണേ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പൊളിഞ്ഞ് ചാടാണ്ട് ഇവർ ഇതിനകത്തൊക്കെ സിമെൻറ്റോ ഈ തടി കഷ്ണത്തിൽ സിമെൻറ്റോ അതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. പക്ഷെ നല്ല അവരൊക്കെ നല്ല പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല സ്ട്രോങ്. ഫോട്ടോഷൂട്ട് ഇത് ഇത്ര ഉള്ളു, തീർന്നു. ഇത് വെള്ളം പോവാൻ അടിപൊളി. നമ്മളെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത് ഹെറിറ്റേജ്, കൾച്ചറൽ ഹെറിറ്റേജ്.
ഇതാണ് ഈ മരം വെച്ചിട്ട് ഒരു മേൽക്കൂര ഉണ്ടാക്കിയത്. അതിൻ്റെ മുകളിലേക്ക് കല്ല് വയ്ക്കുന്നത്. മരം വെച്ചിട്ട് മേൽക്കൂര ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വെച്ചിട്ടാണ് ഓരോ ഫ്ലോർ ഉണ്ടാക്കിയേക്കണേ. പക്ഷെ അവർ കാസലിൻ്റെ നല്ല ഭംഗിക്ക് കണ്ടോ, അവർ അതിൻ്റെ മീൻസ് അതിൻ്റെ നല്ല ഭംഗിക്ക് കളർഫുള്ളാക്കി ആക്കിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ അവർ വീട് തുറന്നു لا لا الحين اجيكم الحين اجيكم عشان شغل عشان هذا شغل هذا مين هذا برنس هذا مين هذا اجيكم تحكم هذا الحين اجيكم الحين عشان شغل كويس والله مين انت في الله 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 وين صاحبي انت حبيبي انا احمد العصير جبته നമ്മളെ സ്വീകരിക്കാനായിട്ട് വിളിച്ചാണ്. ഇത് രാജാവിൻ്റെ 240 കൊല്ലം പഴക്കമുള്ള 240 കൊല്ലം പഴക്കമുള്ള രാജാവിൻ്റെ സ്ഥലമാണ് ഇത്. രാജാവ് ഇവിടെ താമസിച്ചിരുന്നു ഈ റൂമിൽ. അത് നല്ല ഭംഗിക്കാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ വിളിച്ച് കയറ്റിയതാണ്. انا جنس هندي 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 كويس هندي كيرلا شغل هنا راحة شغل جدة. ഇവിടെ നിന്ന് നോക്കിയാൽ മൊത്തം കാണാൻ പാടില്ല. ده هنا بيت هنا ايوه سكن هنا هذا كله هذا قديم بيت صح كله قديم هذا كثير كله صح. يمكن 250 سنة هذا ما في سيمنت ما في صح. لا ما في بلاد حقك في كذا عندي عندي في كذا ما في في هند في كيرلا ما في. هذا في ثاني حيدرباد في هذا سوا هنا في سيمنت في هذا كويس مرة كويس. هذا كيف هذا ما في روب هذا لا ما في روح هذا لا ما في روح لا هذا كل يوم بارد صح. നമ്മളിതൊക്കെ നടക്കണ കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ ഇവിടെയാണ് രാജാവ് മീൻസ് അതൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നത്. പക്ഷേ ഇതാണ് രാജാവ് താമസിച്ചുകൊണ്ടിരുന്ന മുറി എന്നും പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ച് കയറ്റിയത് പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ. നമ്മളെ കാണിക്കാൻ വേണ്ടി വിളിച്ചാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ലൈറ്റ് ഇട്ടു നമുക്ക് വേണ്ടിയിട്ട്. കറണ്ട് كويس كويس بابا تعود عشرها لذمانها سرب يا الحجر سفيت الليل يسرق الابيات الشعر وزنها ما يرضى بالهجر ولا سفر حول هضتها والجسوم فجبر كانها ثمن حزها مع الناس اللي ينشرها يا بنبصر وبلحانها شلها يا بنبصر وبلحانها صوتك يا شلته يجنن بالرقم أزمة حوادث ضايعت عندنا حمل على صايمة عدلت كل الميول الطلبة ما سمع عروض لنا فتاك كل القرآن Best
عند 40 years سنة before هذا مين يجي هنا؟ before ها أو أول مين يجي؟ بخروش عللاس بخروش. بخروش عللاس هذا من منطقة هذا تركيا جو عثمان دولة عثمانية جو جزيرة عرب كله هذا بخروش قاومهم وهزمهم في عدة معارك معلش واحد مرة يس هذا كم سنة؟ هو زي ما تقول انتصر على الاتراك في عدة معارك دحين هذا مين حكومة ولا؟ دحين واحنا كله تبع الدولة السعودية الحمد لله قال احنا دحين في عصر الامن والامان لكن هذا قبل 230 سنة حصن كله قلعة بخروش عللاس بخروش عللاس فروم ان فيليج فروم فيليج حسن أنت كيف ماله إنجليش؟ يا مثل كنت انا رحت بريطانيا اول صح؟ اول رحت قبل 40 سنه 35 سنه أنا ما في معلومة عربي أنا شوية وانت صادق ان شاء الله يلا انت صادق ما شاء الله كويس العصر نفتح البوفيه ونفتح المحلات ونشتغل هذا رائع صراحه شوف هذا منظر جميل ان شاء الله ما شاء الله كل يوم بارد صح؟ ايوه كل يوم زي ما تقول كويس طيب لا شكرا اوكي المانيا امريكا الصين بولندا بورما كله كله يجي هنا صح؟ والله مين سيادة بولندي أو هندي؟ ما اعرف هذا في كل حتى هندي جانا قبل 3 يوم واحد هندي مع سواق هندي يصور وهذا يعني زي ما تقول هذا مرة كويس ان شاء الله إن شاء الله مرة يجي ان شاء الله وانتم طيبين الله يوفقكم مع الف سلامه شكرا